നമസ്കാരം. സ്വന്തം ചോരനീരാക്കി അധ്വാനിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരന്റെ വയറ്റത്തടിക്കാൻ ഈ ഭരണാധികാരികൾക്ക് എങ്ങനെയാണ് മനസ്സു വരുന്നത്? വിശക്കുന്നവന്റെ വയറ് നിറയ്ക്കുന്ന ഒരു പൊതിച്ചോറിനെതിരെ പോലും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും വടിയെടുക്കുമ്പോൾ കേരളീയ രാഷ്ട്രീയത്തിൽ വീണ്ടും സമാനതകളില്ലാത്ത ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. സർക്കാർ ആശുപത്രികളിലെ പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ലഭിച്ചുകൊണ്ടിരുന്ന സൗജന്യ ഭക്ഷണ വിതരണം തടയാൻ നോക്കിയ ആരോഗ്യവകുപ്പിന്റെയും ഭരണകൂടത്തിന്റെയും തനിനിറം പുറത്തു വന്നതോടെ ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുകയാണ്, എന്ത് ധിക്കാരമാണിത്? സ്വന്തം അണികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും കനത്ത പ്രഹരമേറ്റിട്ടും വാശിവിടാത്ത ഈ രാഷ്ട്രീയ നാടകത്തിന് പിന്നിലെ യഥാർത്ഥ കഥ എന്താണ്? ഇന്ന് നമ്മളിവിടെ തുറന്നു കാട്ടാൻ പോകുന്നത് പാവങ്ങളുടെ അന്നം മുടക്കാൻ ഇറങ്ങി തിരിച്ചവരുടെ കപട മുഖവും അവരുടെ പിന്നിലെ നിഗൂഢമായ താല്പര്യങ്ങളുമാണ്. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ സന്നദ്ധ സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളും ദശകങ്ങളായി നൽകി വരുന്ന മാതൃകാപരമായ പൊതിച്ചോർ വിതരണം നിയമങ്ങൾ പറഞ്ഞ് തടയുമെന്ന് പ്രഖ്യാപിച്ച് ആരോഗ്യവകുപ്പ് രംഗത്ത് വന്നത് വലിയൊരു വിവാദത്തിനാണ് സംസ്ഥാനത്ത് തിരികൊളുത്തിയത്. ആശുപത്രികൾക്കുള്ളിൽ രാഷ്ട്രീയ കൊടികളും ബാനറുകളും വെച്ചുള്ള പരസ്യമായ പ്രവർത്തനം അനുവദിക്കില്ലെന്നും ഈ പൊതിച്ചോർ വിതരണം ആശുപത്രിയുടെ സുഗമമായ ദൈനംദിന പ്രവർത്തനങ്ങളെയും ശുചിത്വത്തെയും വല്ലാതെ തടസ്സപ്പെടുത്തുമെന്നാണ് അധികാരികൾ ആദ്യം ചമച്ച വാദം. ഇതിന്റെ പേരിൽ ആലപ്പുഴയിൽ വലിയ പബ്ലിസിറ്റിയോടെ കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ജനരോഷം ആളിപ്പടർന്ന് സംഭവം കൈവിട്ടു പോകുമെന്ന് മനസ്സിലായതോടെ അധികാരികൾക്ക് പിന്നീട് നാണം കെട്ട് മലക്കം മറിയേണ്ടി വന്നു. രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിന് സർക്കാർ ഒട്ടും എതിരല്ലെന്നും എന്നാൽ അനധികൃതമായ സ്ഥലം കയ്യേറി തട്ടുകടകളും മറ്റും നടത്തുന്നതിനെയാണ് എതിർത്തെന്നുമാണ് ഇപ്പോൾ ഇവർ ഉയർത്തുന്ന പുതിയ ന്യായീകരണം. എന്നാൽ ഈ കപട ന്യായീകരണങ്ങൾക്കൊന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പൊതിച്ചോറ് വാങ്ങി കഴിച്ചവരൊക്കെ അത് കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഇന്ന് നിയമസഭയുടെ പടി പോലും കാണുമായിരുന്നില്ലെന്ന് തുറന്നടിച്ചുകൊണ്ട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്ത് വന്നത് കൃത്യമായ സമയത്താണ്. കോവിഡ് കാലത്ത് വലിയ തോതിൽ പരാജയപ്പെട്ട് പൊളിഞ്ഞ് പാളീസായ കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം വീണ്ടും ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത് സർക്കാരിന്റെ ദുരഭിമാനവും പിടിവാശിയുമല്ലാതെ മറ്റൊന്നുമല്ല. പാവപ്പെട്ട രോഗികൾക്ക് വിശക്കുമ്പോൾ യാതൊരു പ്രതിഫലവുമില്ലാതെ സ്നേഹത്തോടെ ആഹാരം നൽകുന്നതിന് ഇവർ എന്തിനാണ് ഇത്രയധികം ഭയക്കുന്നത്? പൊതിച്ചോറ് കൊടുക്കുന്നവന്റെ രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കിയല്ല ആശുപത്രിയിൽ കഴിയുന്ന ഒരു പാവപ്പെട്ടവനും അത് വാങ്ങി കഴിക്കുന്നത്. വിശക്കുന്നവന്റെ വിളറിയ മുഖം കണ്ട് അന്നം നൽകുന്നത് കേവലം ഒരു മാനുഷികതയാണ്. അത് തിരിച്ചറിയാൻ വിവേകവും നന്മയുമുള്ള മനസ്സുകൾക്ക് കഴിയൂ. ഇത്രയും നാൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ എത്രയോ ഗുരുതരമായ പ്രശ്നങ്ങളും അഴിമതികളും നടന്നിരിക്കുന്നു. മരുന്നില്ലായ്മയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും കാരണം സാധാരണക്കാർ ബുദ്ധിമുട്ടുമ്പോഴൊക്കെ എവിടെയായിരുന്നു ഈ വിപ്ലവ സിംഹങ്ങൾ? ജനങ്ങൾക്ക് സ്വന്തം ജീവകാരുണ്യ പ്രവർത്തനം വഴി ഉപകാരപ്രദമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ സഹായങ്ങൾക്ക് പോലും തടയിടാൻ നോക്കുന്നത് എന്ത് തരം പഴയ ജന്മി സ്വഭാവമാണ്? ജനങ്ങളുടെ നികുതി പണം ദൂർത്തടിച്ച് ആഡംബര ജീവിതം നയിക്കുന്നവർ ഇപ്പോൾ പാവങ്ങളുടെ ഒരു പിടി ചോറിൽ തന്നെ വെള്ളമൊഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. സ്വന്തം ചീഞ്ഞ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇവർ സദാസമയവും ശ്രമിക്കുന്നത്. പറഞ്ഞിട്ടെന്താ, ഭരണം കൈയാളുന്നവരുടെ യോഗം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സാധാരണക്കാരന് ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ കഴിയും? ആശുപത്രികളിലെ പൊതിച്ചോർ വിതരണം തടയുന്നതിലൂടെ ഇവർ യഥാർത്ഥത്തിൽ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. വൻകിട കാറ്ററിംഗ് ലോബികൾക്കും ആശുപത്രി പരിസരങ്ങളിലെ ഹോട്ടൽ വ്യവസായികൾക്കും വേണ്ടിയാണോ ഈ കുൽസിത നീക്കമെന്ന് സാധാരണക്കാർ സംശയിക്കേണ്ടിയിരിക്കുന്നു. പാവപ്പെട്ടവന്റെ കീശ ചോർത്തി സ്വന്തം അക്കൗണ്ട് നിറയ്ക്കുന്ന ഈ കോടികളുടെ കൊള്ളയാണ് ജനം ഇന്ന് ചോദ്യം ചെയ്യുന്നത്. ആശുപത്രികളിൽ സന്നദ്ധ സേവനത്തിന്റെ ഭാഗമായി എത്തുന്നവർ രാഷ്ട്രീയ ലാഭത്തിനപ്പുറം മാനുഷിക പരിഗണനയാണ് നൽകുന്നത്. അവിടെ കൊടിയുടെയും ബാനറിന്റെയും പേര് പറഞ്ഞ് ആഹാരം നിഷേധിക്കുന്നത് യാതൊരു കാരണവശാലും ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ജനകീയ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം ശക്തമായപ്പോൾ ഞങ്ങൾ ആഹാരം കൊടുക്കുന്നതിനെ ഒട്ടും എതിർത്തില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മലക്കം മറിയാൻ ഇവർ കാണിക്കുന്ന ആ തിടുക്കം കാണുമ്പോഴുണ്ടല്ലോ, തികച്ചും പുച്ഛം മാത്രം. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ധൈര്യമില്ലാതെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടാകുമ്പോൾ മാത്രം മാപ്പ് പറയുന്ന ഈ രീതി ഇവരുടെ സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു. എന്നാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനം ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്.
തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് തേടി ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ അന്ന് പാവപ്പെട്ടവന്റെ പൊതിച്ചോറ് മുടക്കിയ ഈ ക്രൂരതയ്ക്കുള്ള കടുത്ത മറുപടി ജനങ്ങൾ വോട്ടിലൂടെ കൃത്യമായി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണകൂടത്തിന്റെ ഇത്തരം വിചിത്രമായ തീരുമാനങ്ങൾ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. പാവപ്പെട്ടവന്റെ നിസ്സഹായാവസ്ഥയെയും വിശപ്പിനെയും തങ്ങളുടെ സ്വാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വിലപേശാൻ ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ വലിയൊരു അപമാനമാണ്. ഓരോ ദിവസവും നൂറുകണക്കിന് രോഗികളാണ് മികച്ച ചികിത്സയും കുറഞ്ഞ ചെലവും പ്രതീക്ഷിച്ച് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും എത്തുന്നത്. അവർക്ക് കൃത്യമായ മരുന്നോ മികച്ച പരിചരണമോ ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം കിട്ടുന്ന ഒരു പൊതിച്ചോറിന്റെ പേരിൽ തർക്കത്തിൽ ഏർപ്പെടുന്നത് കാണുമ്പോൾ ജനങ്ങൾക്ക് സഹതാപമാണ് തോന്നുന്നത്. സന്നദ്ധ പ്രവർത്തകർ ചെയ്യുന്ന ഈ വലിയ സേവനം യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഈ അധികാരികൾ മറന്നുപോകരുത്. പാവങ്ങളുടെ ഈ ആഹാര വിതരണം മുടക്കാൻ ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത് കോൺഗ്രസിന്റെ കുൽസിത നീക്കങ്ങളും സമ്മർദ്ദങ്ങളുമാണെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. പാവപ്പെട്ടവന്റെ വിശപ്പിനെ പോലും തങ്ങളുടെ സ്വാർത്ഥ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലെ പ്രധാന ചാലക ശക്തിയെന്ന് ജനങ്ങൾ പരസ്യമായി ആരോപിക്കുന്നു. സന്നദ്ധ പ്രവർത്തകർ ചെയ്യുന്ന വലിയ ജനസേവനം കണ്ട് സ്വന്തം രാഷ്ട്രീയ അടിത്തറ ഇളകുമെന്ന് ഭയന്ന കോൺഗ്രസ് നേതാക്കൾ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടത്തിന് മേൽ അവിശുദ്ധ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സ്വന്തമായി പാവങ്ങൾക്ക് ഒരു പിടി ചോറ് കൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത കോൺഗ്രസ് മറ്റുള്ളവർ ചെയ്യുന്നത് തടയാൻ കാണിക്കുന്ന ഈ വെപ്രാളം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവന്റെ വിശപ്പിനെ പോലും ചൂഷണം ചെയ്യുന്ന ഇത്തരം കുൽസിത നീതികൾ അധികകാലം ജനങ്ങൾ സഹിച്ചു നിൽക്കില്ല. സ്വന്തം നിലപാടുകളിൽ നിന്ന് മലക്കം മറിയാൻ അധികാരികൾ നിർബന്ധിതരായത് തന്നെ ജനകീയ പ്രതിഷേധത്തിന്റെ വലിയ ശക്തിയാണ് കാണിക്കുന്നത്. ഭരണകൂടത്തിന്റെയും അവരുടെ പിന്നിൽ കളിച്ച കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ധാർഷ്ട്യത്തിന് മുന്നിൽ ജനങ്ങളുടെ ഒരുമ വിജയിച്ചതിന്റെ തെളിവാണിത്. വിശപ്പിന് രാഷ്ട്രീയമില്ല, ചോറിന് വർണ്ണവുമില്ല എന്നത് എല്ലാ ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും എപ്പോഴും ഓർക്കുന്നത് നന്നായിരിക്കും. ചരിത്രത്തിൽ ഇങ്ങനെയുള്ള കരിനിയമങ്ങൾ കൊണ്ടുവന്ന ഒരു ഭരണാധികാരിക്കും ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും പിടിച്ചുപറ്റാൻ കഴിഞ്ഞിട്ടില്ല. പാവപ്പെട്ടവന്റെ കണ്ണീരിൽ വീണ ഒരു ഭരണകൂടവും ചരിത്രത്തിൽ അധികകാലം വാണിട്ടില്ലെന്നത് മാഞ്ഞു പോകാത്ത ഒരു പരമാർത്ഥമാണ്. ജനങ്ങളുടെ പ്രതിഷേധം ഫലം കണ്ടു തുടങ്ങിയെന്നത് ശുഭസൂചനയാണെങ്കിലും ഭരിക്കുന്നവരുടെ ഈ അധികാര ഗർവ് പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധികളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം വിവാദങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നത്. സന്നദ്ധ സംഘടനകൾ നൽകുന്ന ആഹാരം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തികാശ്വാസമാണ് നൽകുന്നത്. ഒരു വശത്ത് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ നടുവൊടിയുമ്പോൾ മറുവശത്ത് കിട്ടുന്ന ആഹാരം കൂടി ഇല്ലാതാക്കാൻ നോക്കുന്നത് ക്രൂരതയാണ്. ഈ പോരാട്ടം വെറും ഒരു രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, മറിച്ച് പാവപ്പെട്ടവന്റെ അതിജീവനത്തിനായുള്ള അവകാശ പോരാട്ടമാണ്. ഇനിയെങ്കിലും ഇത്തരം കപട നാടകങ്ങളും ജനവിരുദ്ധ നയങ്ങളും അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും രോഗികൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കാനും ശ്രമിക്കുന്നതിന് പകരം ഭക്ഷണപ്പൊതികളുടെ പുറകെ നടന്ന് രാഷ്ട്രീയം കളിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. പാവങ്ങളുടെ അന്നം മുടക്കാൻ ഇറങ്ങുന്നവർക്കുള്ള ചുട്ട മറുപടിയായിരിക്കും വരും കാലങ്ങളിൽ കേരളത്തിലെ ജനം നൽകാൻ പോകുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന സത്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ശക്തമായ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.